എറണാകുളത്തെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നെല്ലറകളുടെ നാടെന്നറിയപ്പെടുന്ന ഓലിപ്പുറം. ഇന്ന് ഓലിപ്പുറത്തിന് ഭംഗി അല്പം കൂടുതലാണ്. ആമ്പലുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഓലിപ്പുറം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഒലിപ്പുറത്തിന്റെ ഭംഗി ഇതിനു മുൻപും പ്രേക്ഷകർ പലതവണ കണ്ടിട്ടുള്ളതാണ്. ആ ഗ്രാമത്തിന് ഭംഗി ഇപ്പോൾ ഒരല്പം കൂടി കൂടുതലാണ്. ഒരു നാട് മുഴുവൻ ആമ്പലുകൾ കൊണ്ട് നിറഞ്ഞാൽ എന്തായിരിക്കും? തിരക്കിൽ നിന്ന് കുറച്ചു മാറണം, പിന്നെ അങ്ങോട്ട് കാഴ്ചകൾ മാറും. ഗ്രാമീണതയുടെ ഭംഗി ആവോളം ആസ്വദിക്കാനാകും. പ്രകൃതി സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒലിപ്പുറം പിന്നെ നെല്ലറകളുടെ നാടാകും, ആമ്പലുകളുടെ നാടാകും. ഒലിപ്പുറം ഇപ്പോൾ ആമ്പലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, കൂടെ കാഴ്ചക്കാരുടെ എണ്ണവും. അവധി ദിവസമായാൽ കാഴ്ചക്കാരുടെ എണ്ണം കൂടും. രാവിലെ ആമ്പല് വിടരും, വൈകുന്നേരം ആകുമ്പോൾ അത് ചുങ്ങിപ്പോവും. ഇതിപ്പോൾ വെള്ളം പൊങ്ങണ വരെ ഉണ്ടാവും എന്നുള്ളതാണ് ഇത്. ഇപ്പോൾ ഇത്ര ആമ്പല് വരാറില്ല സാധാരണ ഇതിൽ. ഇപ്പോൾ ഫുള്ള് തോടുകളിൽ മുഴുവൻ ഇത് തന്നെയാണ്. വെള്ളം നിറയുന്നതുവരെ ആമ്പലുകൾ കാഴ്ചക്കാരെ വരവേൽക്കും. നിറയെ ആമ്പലുകൾ നിറഞ്ഞ ഒരു പാടമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. നെൽപ്പാടങ്ങൾക്കും അരികിലായുള്ള കനാലിലാണ് ആമ്പലുകൾ പൂത്തു നിൽക്കുന്നത്. ഒലിപ്പുറം നെല്ലറകളുടെ നാട്, ആമ്പലുകളുടെ നാട്. അങ്ങനെ ഒലിപ്പുറത്തിന് ഇനിയും വിശേഷണങ്ങൾ ഏറെയാണ്. ക്യാമറമാൻ സന്തോഷ് ചേകവർക്കും ഡൈസനുമൊപ്പം ആൻമരിയ സനി, 24 കൊച്ചി. നല്ല മനോഹരമായ കാഴ്ച അല്ലേ? അപ്പോൾ സന്തോഷ് ശേഖറാണെങ്കിൽ അതിൻ്റെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ അത് എടുത്തിട്ടുമുണ്ട്. ആൻമരിയെ നന്നായി പ്രസന്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ പലയിടത്തും കാണാറുണ്ട്, പക്ഷെ നമ്മുടെ ഈ തൊട്ടടുത്ത ഈ ഒലിപ്പുറം നമ്മൾ ഇതുവരെ പോയിട്ട് നമ്മുടെ ഓഫീസിലെ കുറെ പേര് ഇപ്പം PCR കുട്ടികളൊക്കെ പോയിട്ട് കുട്ടിശ്രീ ഒക്കെ പോയിട്ട് നല്ല ഭംഗിയിൽ ഫോട്ടോസ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം പോകണം, നമുക്ക് ഫോട്ടോഷൂട്ട് നടത്തി കളയാം.